നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. കതിരൂർ, കതിരവന്റെ ഊരായിട്ടുള്ള കതിരൂർ, അതായത് ഒറീസ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൂര്യനാരായണ ക്ഷേത്രം രണ്ടാമതുള്ള കതിരൂരിൽ പുണ്യം നായനാർ റോഡ് റാണാ പ്രതാപ് നഗറിൽ ഈ സെപ്റ്റംബർ 17, 18, 19 തീയതികളിൽ നടക്കുന്ന സാർവജനിക ഗണേശോത്സവത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിന് മുൻകൈയെടുക്കുന്നവർക്കും ഇതിൽ പങ്കുകൊള്ളുന്നവർക്കുമെല്ലാം സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ധർമ്മം നിലനിൽക്കുന്നത് ആചാരങ്ങളിലൂടെയാണ്. ആചാരാത് പ്രഭവോ ധർമ്മ, ധർമ്മസ്യ പ്രഭുരച്യുതഃ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാനും അത് പൂർവാധികം ഭംഗിയോടെ ഓരോ വർഷവും മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്ന എല്ലാവർക്കും തന്നെ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാകും. എല്ലാ സംസ്ഥാനങ്ങളിലും ഗണേശോത്സവം പല രീതിയിൽ ആചരിക്കപ്പെടുന്നുണ്ട് എങ്കിലും കേരളത്തിൽ അത് വളരെ കുറവായിരുന്നു ഈ അടുത്ത കാലം വരെ. എന്നാൽ നവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ 3 ദിവസം മാത്രമാണ് കേരളത്തിൽ നവരാത്രി പൂജ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നതെങ്കിൽ പോലും കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആചാരപ്രകാരം കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുക. അവിടെ നമ്മൾ ഉരുവിടുന്ന മന്ത്രം ഹരിശ്രീ ഗണപതയേ നമഃ എന്നാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ഗണേശോത്സവം കേരളത്തിൽ അത്രയധികം ആഘോഷിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ച് ആദ്യാക്ഷരം കുറിക്കുന്ന ആൾക്കാരുള്ളത് ഈ കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂർവാധികം ഭംഗിയോടെ എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെയുള്ള ഗണേശോത്സവങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. അതിന് ഇതുപോലെയുള്ളവരെല്ലാവരും മുൻകൈയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സാക്ഷാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം.